ഈ വിനായകൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. വിനായകൻ നടനായി പ്രശസ്തി നേടിയ ശേഷം ഉണ്ടായ സംഭവങ്ങൾ, കുറേ പേരെ തെറി വിളിക്കുക, ഫ്ലാറ്റിൽ നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുക, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഈ അടുത്ത രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഗോവയിൽ നടന്ന സംഭവം അറിയാം. ഗോവയിൽ നടന്ന് കണ്ട ഒരു നഗ്നത പ്രദർശിപ്പിക്കേണ്ടായിരിക്കുന്നത്, അതിനെക്കുറിച്ച് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് ഇപ്പോഴോ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പ്രമുഖമായ ഒരു ഹോട്ടലിൽ ഷൂട്ടിങ്ങിന് വന്നു എന്ന് പറഞ്ഞു. ഈ ഷൂട്ടിങ്ങിന് മുമ്പ് 12 മണിക്കാണ് ചെക്കൗട്ട് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് ചെക്കിന് വേണ്ടിയിട്ട് ആൾക്കാർ ബുക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. യൂണിറ്റിലുള്ള പലരും ഒഴിഞ്ഞു പോയെങ്കിലും മദ്യപിച്ച് കിടന്നിരുന്ന വിനായകൻ മുറി ഒഴിയാൻ തയ്യാറായില്ല. മുറി ഒഴിയാൻ അപ്പോൾ ആ മുറിയിൽ കയറാൻ വേണ്ടി ഒരു വിദേശ വനിതയോ മറ്റോ ആരോ ആയിക്കോട്ടെ, അതിലത്തെ ഒരു കസ്റ്റമർ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതേക്കുറിച്ച് ഹോട്ടലിൻ്റെ ആൾക്കാർ പറഞ്ഞു. ചെന്നപ്പോഴും വിനായകന് ഒഴിഞ്ഞുകൂടാൻ പറ്റില്ല. പിന്നെ ബഹളമായി, പിന്നെ എന്തൊക്കെ, പിന്നെ ഒരു സ്റ്റൈലാണത്. അതായത് വിനായകൻ സ്റ്റൈൽ ഭാഷയിലുള്ള പ്രശ്നങ്ങളാണത്. അവസാനം പോലീസിൽ പരാതി കൊടുക്കേണ്ടി വന്നു. പോലീസ് വന്നു, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ദുർബലമായ വകുപ്പുകൾ ചുമത്തി ജാമ്യത്തിൽ വിട്ടു എന്നാണ് പറയുന്നത്.